സാധാരണ ഒരു സ്റ്റീൽ വിൻഡോ ഫാക്ടറി ഓണറെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല സെയിൽസും പ്രോഫിറ്റും നല്ലൊരു പ്രൊഡക്ഷനൊക്കെ ഫാക്ടറിയിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് കാര്യം ഓണറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാവും പോകുന്നുണ്ടാവുക. ഈവൻ ഒരു കസ്റ്റമൈസ്ഡ് വിൻഡോ ഓർഡർ വന്നു കഴിഞ്ഞാൽ അതിന് കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ വരെ ആൾ ഇടപെടണം. പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഡയറക്റ്റ് കോൾ വരിക. എന്ത് കാര്യത്തിലും ആൾ ഇടപെട്ട് കഴിഞ്ഞാലേ നടക്കുള്ളൂ എന്നുള്ള ലെവലിലാവും ഉണ്ടാവുക. ഇതൊരു പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ് യൂണിറ്റിൽ. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ കംപ്ലീറ്റ് ആ ഒരു ഫാക്ടറി ഒരു ടെക് ഡ്രിവൺ സിസ്റ്റത്തിൽ റൺ ചെയ്യിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫാക്ടറിയിൽ നടക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സുകളും മാപ്പ് ചെയ്യുക. അതിൽ വരുന്ന ഓരോ ജോബ് റോൾസിനും കറക്റ്റായിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. നമ്മൾ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാം. ഇത്ര ആകുമ്പോൾ തന്നെ അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കണം നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഈ ഒരു പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക് ഡ്രിവൺ സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, നാളെ മുതൽ ഇത് ശരിയാവുക എന്നുള്ളത് അല്ലാതെ ഇതൊരു ലോങ് ജേണി ആയിട്ട് മനസ്സിലാക്കി നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ചിലപ്പോൾ 2-3 വർഷമൊക്കെ എടുക്കുന്നുണ്ടാവും. ഇതിനൊരു പ്രോസസ്സായി കണ്ടുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാതെ ടൈം എടുത്ത് ഓരോ ഫേസും ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് സക്സസ് ആയതിനു ശേഷം അടുത്ത ഫേസ് ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ വിൻഡോ മാനുഫാക്ചറിങ് യൂണിറ്റ് കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് ആയിട്ട് ഫുൾ ടെക് ഡ്രിവൺ സിസ്റ്റത്തിൽ റൺ ആവുന്ന രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും.